നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 2024 മെയ് 6 മുതൽ 12-ാം തീയതിക്കകം ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധിയും സന്തോഷവും സാമ്പത്തിക നേട്ടവും ലോട്ടറി ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന 5 രാശിക്കാരുണ്ട്. ഈ 5 രാശിക്കാർക്ക് വളരെയേറെ ഗുണം നിറഞ്ഞതായിരിക്കും ഈ 7 ദിവസങ്ങൾ. ഇവർക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന പല നല്ല കാര്യങ്ങളും ഇവർക്ക് സംഭവിക്കും. ഈ മെയ് 6 മുതൽ 5 രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടം വന്നു ചേരും. ഇവരുടെ സങ്കടങ്ങൾ ഒക്കെ മാറിക്കിട്ടും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും. 5 രാശിക്കാർക്ക് പ്രതാപ കാലഘട്ടമാണ്. എന്നാൽ അല്പസ്വല്പ ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം. അതിനെയൊക്കെ തരണം ചെയ്യുവാൻ കഴിയുന്ന വഴിപാടും കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകണം. ഈ ആഴ്ച ബുധന്റെ സംക്രമം കൂടിയുണ്ട്. ഇവരുടെ സങ്കടങ്ങളൊക്കെ തീർക്കും. ഇവർക്ക് ഒരുപാട് സമൃദ്ധി വന്നു ചേരും. ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും. മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക സമ്മിശ്ര ഫലമായിരിക്കും. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ അതിനൊരു കാലതാമസം വന്നു ചേരും. മേടൻ രാശിക്കാർ ഈ ആഴ്ച അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രദ്ധയോടുകൂടി പോവുക. അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വലിയ കാര്യം ഇവരുടെ ജീവിതത്തിൽ ഈ ആഴ്ച നടക്കുക കൂടി ചെയ്യും. ഞാൻ പറഞ്ഞിരുന്നു മേടൻ രാശിക്കാർക്ക് ജോലിയിൽ കാലതാമസം വന്നു ചേരുമെന്ന്. എന്നാൽ പ്രതീക്ഷിക്കാത്തിടത്തു നിന്നൊക്കെ ധനം ധാരാളം വന്നു ചേരുവാനുള്ള യോഗം മേടൻ രാശിക്കാർക്ക് കാണുന്നു. അശ്വതിക്കും, ഭരണിക്കും, കാർത്തികയ്ക്കും. ഇവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. ഇവർ ആത്മാർത്ഥമായി വിചാരിച്ചാൽ ഇവർ ഏത് മേഖലയിലും ഇവർക്ക് വിജയിക്കുവാൻ കഴിയും. ഒരാഴ്ചക്കകം എന്ത് കാര്യമായിരിക്കും, അത്ഭുതപ്പെടുത്തുന്ന എന്ത് കാര്യമായിരിക്കും ഇവർക്ക് നടക്കുന്നത് എന്നായിരിക്കാം നിങ്ങൾ ചോദിക്കുന്നത്. ചിലപ്പോൾ അതൊരു ലോട്ടറി ഭാഗ്യമായിരിക്കാം. അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാര്യമാകാം. അതല്ലെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ, പിണങ്ങി നിന്ന ഒരാൾ ഇവരുമായി അടുക്കുന്ന കാര്യമായിരിക്കാം. ഏതായാലും ഈ നക്ഷത്ര ജാതകർക്ക്, മേടൻ രാശിക്കാർക്ക് ഈ ആഴ്ച ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം നടക്കും. മെയ് 6 മുതൽ 12-ാം തീയതിക്കുള്ളിൽ അത് നടന്നിരിക്കും. ഇവർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ വഴിപാടുകളൊക്കെ നടത്തി ഈ നക്ഷത്ര ജാതകർ മുന്നോട്ട് പോവുക. ഇവർക്ക് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരും, നേട്ടം വന്നു ചേരും. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള ഒരു യോഗം ഇവരിൽ കാണുന്നുണ്ട്. അടുത്തത് കർക്കിടകക്കൂറുകാരാണ്. പുണർതം, പൂയം, ആയില്യം. ഈ 7 ദിവസത്തിനുള്ളിൽ ഈ പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ഇവർ ലോട്ടറി എടുക്കുന്ന ശീലമുള്ളവരാണ് എങ്കിൽ ഒരു ലോട്ടറി ചിലപ്പോൾ എടുത്താൽ മതി. ആ ഒരു ലോട്ടറിയിൽ നിന്നും ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും. കുശാഗ്രബുദ്ധി ഇല്ലാത്തതിനാൽ ആരെയും അമിതമായി വിശ്വസിക്കുകയും പല ചതിവുകളും അബദ്ധങ്ങളിലും ഇവർ ചെന്ന് ചാടും. അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. പുണർത്തവും പൂയവും ആയില്യവും. കർക്കിടകക്കൂറുകാരാണ്. ലോട്ടറി ഭാഗ്യമുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചവരാണ്, സങ്കടങ്ങൾ അനുഭവിച്ചവരാണ്. എന്നാൽ ഇവർക്ക് ഇനി നേട്ടത്തിൻ്റെ സമയം കൂടിയാണ്. അപ്പോൾ ഉയർച്ചയിലെത്തും. ഈ 7 ദിവസത്തിനുള്ളിൽ ഒരു ഭാഗ്യം ഇവരെ തേടി വരും, ഉറപ്പാണ്. അടുത്ത നക്ഷത്ര ജാതകർ ചിത്തിര, ചോതി, വിശാഖം, തുലാക്കൂറുകാർ. തുലാക്കൂറുകാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. കാര്യസാധ്യത്തിന് ആരുടെ വാക്കിനെ വിശ്വസിക്കണം എന്ന സംശയബുദ്ധി ഇവരിൽ ഇപ്പോൾ ഉണ്ട്. ഇവരെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് പലരും വരുന്നുണ്ട്. എന്നാൽ സംശയബുദ്ധിയോടുകൂടിയാണ് ഇവർ ഈ ഒരു കാര്യം കാണുന്നത്. ഏതായാലും അസത്യം ഇവർ പറയില്ല. പുരോഗതി ബിസിനസ്സിലായാലും മറ്റു മേഖലയിലായാലും ഇവർക്ക് കാണുന്നുണ്ട്. ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. 7 ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർക്ക് നേട്ടമാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം.
അമ്മ മഹാമായയുടെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടും ഈ നക്ഷത്ര ജാതകർ. അടുത്ത 2 രാശിക്കാരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അമ്മേ നാരായണ എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കുക. അതുപോലെ തന്നെ പൂജയുണ്ട്. വെള്ളി ചൊവ്വ ദിനങ്ങളിലാണ് പൂജ നടത്തുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും. അമ്മ മഹാമായയുടെ അമ്മയുടെ അനുഗ്രഹം, പൊന്നമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അമ്മ നിങ്ങളെ സഹായിക്കും. അമ്മ നിങ്ങളുടെ കൂടെയുണ്ട്. വിശ്വസിക്കുക. ബുദ്ധി, വിനയം, വിദ്യ ഇതൊക്കെ നിങ്ങൾക്ക് ധാരാളമുണ്ട്. സ്ഥാനമാനങ്ങൾ, ധനം, മോക്ഷപ്രാപ്തി ഇവയൊക്കെ കൈവരേണ്ടവരാണ് നിങ്ങൾ. അടുത്ത നക്ഷത്ര ജാതകർ കുംഭക്കൂറുകാരാണ്. അവിട്ടവും ചതയവും പൂരുരുട്ടാതെയും. കഷ്ടതകളുടെ ഒരു കൂമ്പാരമായിരുന്നു കഴിഞ്ഞ ആഴ്ച. എവിടെ ചെന്ന് ചാടിയാലും അബദ്ധങ്ങളാ. ഇല്ലാത്ത പേരുദോഷങ്ങൾ, വഴക്ക്, വേണ്ട സകലതിലും പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളൊക്കെ മാറി ഇവർക്കിനി ഒരുപാട് നേട്ടം വന്നു ചേരാൻ പോവുകയാണ് കുംഭക്കൂറുകാർക്ക്. അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും. ഇവരുടെ ജീവിതം മാറി മറിയും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഒരു സമയത്ത് ഇവർക്ക് സാധ്യമാകും. അത്രയേറെ നല്ല സമയത്തിലേക്കാണ് ഇവർ എത്തുന്നത്. സ്വന്തം കഴിവുകൾ വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കുക. ധനപരമായി ഈ 7 ദിവസത്തിനുള്ളിൽ ഒരു വലിയ നേട്ടം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സത്യം തിരിച്ചറിഞ്ഞ് എല്ലാം നേരെയാകണമെന്ന് ഇവരുടെ പ്രാർത്ഥന സഫലമാകാൻ പോവുകയാണ്. രക്ഷപ്പെട്ടിരിക്കും. പൈസ ചുരുക്കി ചെലവഴിക്കുക. രാത്രിയിലൊക്കെ യാത്രകൾ പോകുന്നത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ അന്യരുമായി വാക്ക് തർക്കത്തിൽ പോകുന്നത് സൂക്ഷിക്കുക. കുടുംബത്തിൽ സംസാരം അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ പണം ചുരുക്കി ചെലവഴിക്കണം. ആരെയും മനഃപൂർവ്വം നോവിക്കാതിരിക്കാൻ ശ്രമിക്കണം. തൊഴിൽ മേഖലയിൽ ഉയർച്ച ഉണ്ടാകും. എല്ലാവരെയും അന്ധമായി വിശ്വസിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത നിങ്ങളിലുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്ര ജാതകർ വിശാഖവും അനിഴവും തൃക്കേട്ടയും. ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയുടെ നേട്ടത്തിൻ്റെ സമയമാണ്. ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന യാതനയും ബുദ്ധിമുട്ടും സങ്കടങ്ങളും ഒക്കെ മാറുകയും ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും. അസത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട്. അത് നിയന്ത്രിച്ച് തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾ ഈ ഒരാഴ്ച കൊണ്ട് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾക്ക് നേട്ടമാണ്. വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും വൃശ്ചികക്കൂറുകാർക്കിനി നേട്ടമാണ്. ദേവീക്ഷേത്രത്തിലൊന്ന് ദർശനം നടത്തണം. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പട്ട്, ബഗ്ലാമുഖി അർച്ചന, കുങ്കുമാർച്ചന ഇതൊക്കെ ഒന്ന് നടത്തുക. തീർച്ചയായും രക്ഷപ്പെട്ടിരിക്കും. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും. അങ്ങനെ വലിയ സന്തോഷങ്ങളും വലിയ നേട്ടങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ, ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.